സംസ്ഥാനത്ത് SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് 70 ക്യാമ്പുകളിലായി 10,000 അധ്യാപകരാണ് SSLC മൂല്യനിർണ്ണയം നടത്തുന്നത്. 25,000-ഓളം അധ്യാപകരാണ് 77 ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി വാല്യുവേഷൻ നടത്തുന്നത്. സംസ്ഥാനത്ത് മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് തുടക്കമായി. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്കാണ് തുടക്കമായത്. SSLC മൂല്യനിർണ്ണയത്തിന് 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകരെ നിയോഗിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിന് 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിനായി 8 ക്യാമ്പുകളിലായി 2,200 അധ്യാപകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. SSLC പരീക്ഷയുടെ 38 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ 52 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 3,40,000-ഓളം ഉത്തരക്കടലാസുകളുമാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCയുടെയും ഹയർ സെക്കൻഡറിയുടെയും മൂല്യനിർണ്ണയം നടക്കുന്നു. പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം നടക്കുന്നുണ്ട്. പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയുടെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയുടെ മൂല്യനിർണ്ണയം നടക്കുന്നു. ബാക്കി വിഷയങ്ങളുടെ മൂല്യനിർണ്ണയം പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും. SSLC പരീക്ഷയുടെ മലയാളം ഫസ്റ്റ് പേപ്പറും കെമിസ്ട്രിയുടെ മൂല്യനിർണ്ണയമാണ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് SSLC വാല്യുവേഷൻ ഇന്ന് ആരംഭിച്ചു. നമുക്ക് കെമിസ്ട്രിയും മലയാളവുമാണ് മൂല്യനിർണ്ണയത്തിന് ലഭ്യമായിരിക്കുന്ന സബ്ജക്റ്റ്. 5 റൂമുകൾ വീതമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എല്ലാ അസിസ്റ്റൻ്റ് എക്സാമിനർമാരെയും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ചീഫുമാരെല്ലാം സമയത്തെത്തി അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ വണ്ടികൾ അവരുടെ കൈവശം എത്തിക്കുന്നതിനും മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതിനും കഴിഞ്ഞു. മൂല്യനിർണ്ണയം ഏപ്രിൽ 20-നകം പൂർത്തീകരിക്കാനാണ് തീരുമാനം. മെയ് ആദ്യവാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് ഒരുക്കം. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.